ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്നും കിട്ടുന്ന ഒരു കോൾ, അത് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊരു കറക്റ്റായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങളാണ് റൈറ്റ് ഫിറ്റ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജോബ് റോളിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ റെഡിയായിരിക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ കമ്പനിയിൽ നിന്നും ഒരു കോൾ വരാം. അത് ചിലപ്പോൾ ആ കമ്പനിയിലെ റിക്രൂട്ടർ ആയിരിക്കും കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടാലൻറ്റ് അക്വിസിഷൻ ടീമിൽ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ HR ടീമിൽ ആരെങ്കിലും ആയിരിക്കും. കാരണം നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ആ ഒരു പെർട്ടിക്കുലർ ജോബ് റോളിന് ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൾ വരും. മോസ്റ്റ്ലി അതൊരു ഫോൺ കോൾ ആയിരിക്കും. കാരണം ഒരു പ്രിലിമിനറി ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ കോളാണത്. അത് ഈ പറഞ്ഞ പോലെ റിക്രൂട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ HR എന്നുള്ള ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ ആ ഒരു ഫോൺ കോൾ വരുമ്പോൾ നിങ്ങളോട് ചില ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം ഒരു ജോബ് ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു ഹയറിംഗ് മാനേജറിൻ്റെ അടുത്തേക്ക് നിങ്ങളെ വിടുന്നതിന് മുന്നേ, ഇൻ്റർവ്യൂവിന് വിടുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരു പ്രിലിമിനറി ഇവാലുവേഷൻ കമ്പനീസ് നടത്താറുണ്ട്. വലിയ കമ്പനീസൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓൺലൈൻ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ടെസ്റ്റ് വഴിയൊക്കെ ചിലപ്പോൾ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവൽ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് ഹയറിംഗ് മാനേജറിൻ്റെ അടുത്തേക്ക് വിടാറുണ്ട്. പക്ഷേ മോസ്റ്റ്ലി ആ കമ്പനിയിൽ നിന്നും ഒരു റിക്രൂട്ടർ അല്ലെങ്കിൽ HR ടീമിൽ നിന്ന് ഇങ്ങനെ ഒരു കോൾ വരാറുണ്ട്. സോ ആ ഒരു കോൾ കിട്ടുമ്പോൾ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങളൊരു റിട്ടേൺ റെസ്യൂമെ ഡോക്യുമെൻ്റ് ആണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് മുന്നേ. സോ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരാളുമായി സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. സോ ഡോണ്ട് മിസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം ഒരു കോൾ വരുമ്പോൾ മോസ്റ്റ്ലി ഇവർ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കൊരു ഫോൺ കോൾ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങളിങ്ങനെ ഒരു ജോബ് റോളിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, സോ ഒരു ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ പറയും. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വന്നേക്കുന്ന കോൾ അത് ചിലപ്പോൾ ഒരു റിക്രൂട്ടറിൻ്റെ അടുത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ HR ടീമിൻ്റെ അടുത്തു നിന്നായിരിക്കാം. അവർ ചിലപ്പോൾ സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്സ് ആയിരിക്കില്ല. അവർ ചിലപ്പോൾ ടെക്നിക്കലി അത്രയും നോളജുള്ള ആൾക്കാരായിരിക്കില്ല. അത് ഹയറിംഗ് മാനേജറാണ് ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങളെ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇവർ വിളിക്കുന്നത് ഒരു പ്രിലിമിനറി ഇവാലുവേഷന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ആ ഒരു ജോബ് റോളിന് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ, ടെക്നിക്കലി മാത്രമല്ല അല്ലാതെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. സോ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഈ ഒരു കോളിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ ചില കീ വേർഡുകൾ, അതായത് ചില സ്കിൽസ്, മസ്റ്റ് ഹാവ് സ്കിൽസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, നിങ്ങൾ എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് പഴയ കമ്പനികളിൽ റിലേറ്റഡ് ടു വാട്ട് ദിസ് പർട്ടിക്കുലർ ജോബ് റോൾ, ഈ ഒരു JDയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് സംസാരിക്കുക. ഒത്തിരി ലോങ് ഇൻട്രൊഡക്ഷൻസ് കൊടുക്കരുത്. കാരണം ഈ വിളിക്കുന്ന ആൾക്കാർക്ക് അതിനെ പറ്റിയിട്ട് ചിലപ്പോൾ വ്യക്തമായ ധാരണയൊന്നും ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ ടിക്ക് ചെയ്ത് വിടുന്നത്, ഈ സ്കിൽസ് ഉണ്ടോ, ഈ 5 സ്കിൽസ് ഉണ്ടോ, ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കുന്ന 5 സ്കിൽസ് ഉണ്ടോ, ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ടോ, 5 to 8 years എക്സ്പീരിയൻസ് ഉണ്ടോ, അതിൽ JDയിൽ പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ ഹയറിംഗ് മാനേജർ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് അവർ ജസ്റ്റ് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് വിടത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒത്തിരി ലോങ് ഇൻട്രൊഡക്ഷൻസ് കൊടുക്കണ്ട. ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഒരു എന്താ പറയുക, ഒരു എലിവേറ്റർ ഇൻട്രോ എന്നൊക്കെ പറയും. അതായത് ഒരു മേ ബി ഒരു 2 minutesന് താഴെ 1 to 2 minutes നിൽക്കുന്ന ഒരു ഇൻട്രോ കൊടുത്താൽ മതി. അപ്പോൾ ഇവർ അത് ഇവാലുവേറ്റ് ചെയ്യും. കാരണം ഇവർക്ക് ടെക്നിക്കലി ചിലപ്പോൾ അധികം നോളജ് ഉണ്ടാവില്ല. പക്ഷേ അവർ നോക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളായിരിക്കും. ഒന്ന്, ആ ബേസിക് ഇൻട്രോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ, നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചിയാണ് ലൊക്കേഷനെങ്കിൽ നിങ്ങൾ കൊച്ചിയിലാണോ, അല്ലെങ്കിൽ നിയറസ്റ്റ് ലൊക്കേഷൻ ആണോ, നിങ്ങൾ ആ ഒരു ലൊക്കേഷനിൽ ഇപ്പോൾ വർക്ക് ഫ്രം ഓഫീസ് ആണെങ്കിൽ ഇപ്പോൾ കൊച്ചിയിലാണ് ഓഫീസെങ്കിൽ കൊച്ചിയിൽ വന്ന് വർക്ക് ചെയ്യുമോ, ഇതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി അവർ ചെക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വില്ലിങ് ടു റീലൊക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നോക്കും നിങ്ങൾ പറയുന്ന ജെനുവിൻ ആണോ. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക, ബോംബെയിലുള്ള ഒരാളാണെങ്കിൽ കൊച്ചിയിലേക്ക് ചിലപ്പം വരത്തില്ല. അത് ചിലപ്പോൾ അവർ
ചിലപ്പം വളരെ റെയർ ചാൻസസ് ആയിരിക്കും റീലൊക്കേറ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് വരുന്നത്. അതേസമയം ഇപ്പോൾ ബാംഗ്ലൂർ ലൊക്കേഷനിലാണ് നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ ബാംഗ്ലൂർ മെട്രോ സിറ്റി ആയതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഹൈദരാബാദോ പൂനെയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ബാംഗ്ലൂർ വന്ന് വർക്ക് ചെയ്യാറുണ്ട്, മെട്രോ സിറ്റിയാണ്. അങ്ങനെയുള്ള ലൊക്കേഷൻ ആണെങ്കിൽ ചിലപ്പോൾ അവർ കൺസിഡർ ചെയ്തേക്കാം. അല്ലാതെ ചിലപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നുന്ന ചില കേസുകളുണ്ട്. ലൊക്കേഷൻ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ അങ്ങ് ദൂരെയാണ്, പക്ഷേ ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു Tier 2 സിറ്റി അവിടത്തേക്കാണ് അവരുടെ ഒരു ജോബിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടത്. വർക്ക് ഫ്രം ഓഫീസ് ആണെങ്കിൽ അത് ചിലപ്പോൾ അവർ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ നിങ്ങൾ റിജക്റ്റ് ചെയ്യും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ലൊക്കേഷൻ ചോദിക്കും നിങ്ങൾ എവിടെയാണെന്നുള്ളത്. അതല്ല നിങ്ങൾ വില്ലിങ് ടു റിലൊക്കേറ്റ് ആണെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക, പറയാം ഇപ്പോൾ മാരീഡ് അല്ലെങ്കിൽ ഞാൻ മാരീഡ് അല്ല, ലൊക്കേഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ എ കൺസ്ട്രെയിൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അതല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ തന്നെ സോ ഐ എം ഓപ്പൺ ടു റിലൊക്കേറ്റ്, അതൊന്നും കുഴപ്പമില്ല, മുന്നേ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു അവർക്ക് കൺവിൻസിങ് ആവുന്നൊരു ഒരു റീസൺ കൊടുക്കുക. പിന്നെ അവർ ചോദിക്കാം, ലൊക്കേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പിന്നെ അവർ ചോദിക്കുന്നത് ചിലപ്പോൾ വർക്ക് ഫ്രം ഓഫീസ് ഓക്കെ ആണോ, 5 days വർക്ക് ഫ്രം ഓഫീസ് ഓക്കെ ആണോ. ചില ആൾക്കാർ പറയില്ല എനിക്ക് റിമോട്ടാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അവിടെയും അവർ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ ഫാൾസ് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കരുത്. ഇപ്പോൾ റിമോട്ടേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഓക്കെ വർക്ക് ഫ്രം ഓഫീസ് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങളുടെ റെസ്യൂമെ റിജക്റ്റ് ആവും. കാരണം നിങ്ങൾ എന്തിനാണ്, ജോബിനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു ഫസ്റ്റ് കോൾ വന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ ഫാൾസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കരുത്, കമ്മിറ്റ്മെൻറ്റ്സ് കൊടുക്കരുത്. ദാറ്റ് വിൽ ലീവ് എ ബാഡ് ഇംപ്രഷൻ അബൌട്ട് യു. സോ ഇപ്പോൾ റിമോട്ട് ഓപ്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അപ്പോൾ അവർ പറയണ വർക്ക് ഫ്രം ഓഫീസ് ആണ് ആ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം. റിമോട്ട് ചോദിച്ചാൽ അവർ സ്ട്രേറ്റ് അവേ നോ പറയും. ഹൈബ്രിഡിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം. അതാകുമ്പോൾ 5 ദിവസം ഓഫീസിൽ പോയില്ലെങ്കിലും 3 ദിവസം ആഴ്ചയിൽ പോകാൻ പറ്റുമല്ലോ, അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കാം. സോ അവർ ചോദിക്കും വർക്ക് ഫ്രം ഓഫീസ് ഓക്കെ ആണോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓക്കെ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യും. പിന്നെ അവർ ചെക്ക് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് ലൊക്കേഷൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ അവൈലബിലിറ്റി എപ്പോഴാണ് നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങൾ ഇമ്മീഡിയറ്റ് ജോയിനർ ആണോ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അങ്ങനെയാണെങ്കിൽ നോട്ടീസ് പീരീഡ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയുകയാണ് നോട്ടീസ് പീരീഡ് ഇപ്പോൾ 90 days ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പറയുകയാണ് ഇല്ല 90 days ആണെങ്കിലും 45 days ചിലപ്പോൾ HR റിലീവ് ചെയ്യും അല്ലെങ്കിൽ 30 days റിലീവ് ചെയ്യും എന്നുള്ള കാര്യം അവിടെ ഉണ്ടെങ്കിൽ, അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതും കൂടി പറയുക. നിങ്ങൾ സ്ട്രേറ്റ് അവേ 90 days ആണ് നോട്ടീസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആളെയാണ് വേണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ 90 days നോട്ടീസ് പീരീഡ് ആണ്, പക്ഷേ HR നിങ്ങളുടെ കറണ്ട് കമ്പനിയിൽ HR ഫ്ലെക്സിബിൾ ആണ് അതിന് മുന്നേ ഒരു 30 ദിവസത്തിലൊക്കെ ഇറങ്ങാൻ അല്ലെങ്കിൽ 45 ദിവസത്തിൽ ഇറങ്ങാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ പറയുക. പക്ഷെ അത് പോസിബിൾ അല്ലെങ്കിൽ ഫാൾസ് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുക ഐ ട്രൈ മൈ ബെസ്റ്റ് എന്ന് പറയുക. അത് അവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ല കൊടുക്കുന്നത്. ഇനിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റി അവർ ചെക്ക് ചെയ്യും. ഇനിയൊരു കാര്യം സാലറി എക്സ്പെക്റ്റേഷൻ അവർ ചോദിക്കും. കാരണം അവർക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവർ കുറേ കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ചെക്ക്. ഇതെല്ലാം ഓക്കെ ആണോ നോക്കിയിട്ടായിരിക്കും അവർ അടുത്ത ലെവലിലേക്ക് വിടുന്നത്. അപ്പോൾ ഇവർ റിക്രൂട്ടേഴ്സാണ്, ഇവർ അല്ലെങ്കിൽ HR ടീമിലെ ആൾക്കാരാണ്. അവർക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, അത് അവർ ചെക്ക് ചെയ്തായിരിക്കും വിടുന്നത്. അടുത്ത സാലറി എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ എക്സ്പീരിയൻസ് 5 to 8 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നോക്കുക, അല്ലെങ്കിൽ സാലറി റേഞ്ച് ഇപ്പോൾ ഒരു 8 to 12 lakhs ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരെ നോക്കാൻ പറഞ്ഞാൽ ഇവർ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ പറയാണ് എനിക്കിപ്പോൾ കിട്ടുന്നത് 6 lakh ആണ്, ബട്ട് ഐ ആം എക്സ്പെക്ടിങ് 8.5 lakhs പെർ ആനം എന്ന് പറയുമ്പോൾ അവർ ഓക്കെ അത് ഓക്കെ ആണെന്ന് വിചാരിക്കും. പിന്നെ ഒരു കാര്യം റീസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ പറയുക. ചില ആൾക്കാർ ഡയറക്റ്റ് 100% ഹൈക്കൊക്കെ ചോദിക്കും. ഇപ്പോൾ 8 lakhs ആണ് കിട്ടുന്നത്, 16 lakhs ഡയറക്റ്റ് ഒരു ഹൈക്കൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ റിയലിസ്റ്റിക് ആയിട്ട് അവർക്ക് തോന്നില്ല. പ്രത്യേകിച്ച് ഇത് റിക്രൂട്ടേഴ്സ് അല്ലെങ്കിൽ HR ടീമിലുള്ള ആൾക്കാരാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അവർ അപ്പോൾ തന്നെ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും, കൺസിഡർ ചെയ്യില്ല. ഹയറിംഗ് മാനേജർ ചിലപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും സ്കില്ലുള്ള എക്സ്ട്രീംലി ഗ്രേറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് തോന്നിയാൽ ചിലപ്പോൾ അവർ പറയും ഇയാൾക്ക് ഒരു 50% ഹൈക്കൊക്കെ കൊടുത്താലും തെറ്റില്ല എന്ന്. പക്ഷേ ഇവർക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം ഇവർ പ്രിലിമിനറി ഇവാലുവേഷൻ നടത്താൻ വരുന്ന റിക്രൂട്ടേഴ്സ് അല്ലെങ്കിൽ HR ടീമിലുള്ള ആൾക്കാരാണ്. സോ അവർ നോക്കുന്ന ആ റേഞ്ചിലുള്ള ആളാണോ എന്ന് നോക്കും. അതല്ല റേഞ്ചിന് കുറച്ച് അപ്പാണെങ്കിലും
നിങ്ങൾ പറയുക ബട്ട് ഐ ആം ഓപ്പൺ ടു ഡിസ്കഷൻ, അല്ലെങ്കിൽ HR ഡിസ്കഷനിൽ ഐ ആം ഓപ്പൺ ടു ഹാവ് എ കോൺവെർസേഷൻ അബൌട്ട് ഇറ്റ് ബേസ്ഡ് ഓൺ മൈ പെർഫോമൻസ് ഡ്യൂറിങ് ഇൻ്റർവ്യൂ. എങ്ങനെ പറയാം? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്ന ഫോൺ കോളുകളിൽ സാധാരണ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് വായിക്കുമ്പോൾ കുറച്ച് ഐഡിയ കിട്ടും. ചിലപ്പോൾ അതിനപ്പുറം വേറെ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. വൺ തിങ് ഈസ് ബി റെഡി, ഓക്കെ, റെഡി ഫോർ ദീസ് കോൾസ്. പിന്നെ ഒരു കാര്യം അവർ ചോദിച്ചേക്കാവുന്നുള്ളത്, പിന്നെ ഒരു സാലറി എക്സ്പെക്റ്റേഷൻ പറയുമ്പോൾ ഒരു ഫിക്സ്ഡ് റേഞ്ച് പറയാതെ, ഫിക്സ്ഡ് ഒരു സാലറി പറയാതെ ഒരു റേഞ്ച് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പറയാം ഐ എം ഡ്രോയിങ് 6 lakhs നൗ, മേ ബി 8 to 10 lakhs ആണ് എക്സ്പെക്റ്റേഷൻ, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ചിലപ്പോൾ അവർക്ക് അവരുടെ റേഞ്ച് അപ്പുറം ഇപ്പുറം ആയിക്കഴിഞ്ഞാലും ചിലപ്പോൾ അവർ അക്കോമഡേറ്റ് ചെയ്യും. അപ്പോൾ സാലറി എക്സ്പെക്റ്റേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. സോ അതിനായിട്ട് ഞാൻ ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. അത് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കിടപ്പുണ്ട്. സോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ കോൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് കോൾ. സോ യുവർ എനർജി, കോൺഫിഡൻസ് ലെവൽ, ക്ലാരിറ്റി, സംസാരിക്കുന്നതിനുള്ള ക്ലാരിറ്റി, അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ലെവൽ, മോട്ടിവേഷൻ, ഇതെല്ലാം അവിടെ ഇതെല്ലാം അവർ ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഫ്രഷർ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു എനർജി, അതായത് എനിക്ക് ജോബ് വേണം, എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്, എനിക്ക് അറിയാൻ ക്യൂരിയോസിറ്റി, എനിക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, ഇതൊക്കെ ആ ഒരു ടോണിൽ കിട്ടണം. കാരണം നിങ്ങളെ ഡയറക്റ്റ് അവർ കാണുന്നില്ല. ഇറ്റ്സ് നോട്ട് എ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, ഇറ്റ്സ് ജസ്റ്റ് എ ഫോൺ കോൺവെർസേഷൻ. ഫോൺ കോൺവെർസേഷനിൽ നിങ്ങളെ കാണുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ വളരെ ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്, പക്ഷേ അത് ചിലപ്പോൾ നിങ്ങളുടെ ടോണിൽ റിഫ്ലക്റ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ അവർ വിചാരിക്കും ഇതെന്താണ് ഡള്ളായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടും മോട്ടിവേറ്റഡ് അല്ല, ഇങ്ങനെ തോന്നാം. സോ അത് ശ്രദ്ധിക്കുക. സോ ഇപ്പോൾ ഒരു ഫ്രഷർ ആണെങ്കിൽ യു ഷോ ദാറ്റ് ഈഗർനെസ്, റെഡിനെസ് ടു ജോയിൻ, അറിയാനുള്ള ഒരു വെമ്പൽ, ഇതെല്ലാം കാണിക്കുക. കാരണം നിങ്ങൾ ഫ്രഷറാണ്. മിഡ് ലെവൽ കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾ വളരെ കൺട്രോൾഡ് ആയിട്ട് സംസാരിക്കുക. എക്സ്പ്രസ് ദാറ്റ് യു ആർ എൻ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ, ഒരു ടീം പ്ലെയർ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ഒരു നേച്ചറാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മോഡുലേഷൻ. വെൽക്കമിങ് ആയിരിക്കണം. ഇപ്പം സംസാരിക്കുമ്പോൾ ഹായ് യെസ് ദിസ് ഹാരി, യെസ് ദിസ് ഈസ് ഹാരി, മേ നോ ഹു ഇസ് ദിസ്. അപ്പോൾ പറയാണ് ഹായ് ദിസ് ഈസ് ഷീതൽ കോളിംഗ് ഫ്രം XYZ കമ്പനി എന്ന് പറയുമ്പോൾ ഓ ഹായ് ഷീതൽ, ഹൗ ആർ യു എന്നുള്ള രീതിയിൽ നിങ്ങളും കൂടി കുറച്ച് വെൽക്കമിങ് ആയിട്ട് സംസാരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ സീനിയർ റോളിന് അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾക്കൊരു കോൾ വരുന്നതെങ്കിൽ യു ഷോ ദാറ്റ് മെച്യൂരിറ്റി. ഓക്കെ, ഷോ ദാറ്റ് മെച്യൂരിറ്റി. ആ ടോണിൽ തന്നെ ഒരു മെച്യൂരിറ്റി കാണിക്കുക. കൺട്രോൾഡ് ആയിരിക്കുക കോൺവെർസേഷൻ. ഓക്കെ, ഓഫ് കോഴ്സ് യു ഷുഡ് ഷോ എനർജി. ഈ ഉറക്കം തൂങ്ങി സംസാരിക്കാതിരിക്കുക. ചിലപ്പോൾ ഞാനൊക്കെ ചില കാൻഡിഡേറ്റ്സിനെ വിളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ജോബ് റോളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരിങ്ങനെ ഹലോ യാ ദിസ് ഈസ് ഹാരി ഹിയർ, ഓക്കെ, ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലത്തെ ഒരു ടോണാണ്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ബിക്കോസ് ചിലപ്പോൾ അവർ ഡിഫിക്കൽട്ട് ഒരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കാം, ചിലപ്പോൾ ഉറങ്ങിയിട്ട് എണീക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ സ്ട്രെസ്സിലായിരിക്കാം, ജോബ് ഇല്ലാത്തതിൻ്റെ ഒരുപാട് ടെൻഷനിലായിരിക്കാം. ഇതെല്ലാം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. പക്ഷേ ഒരു കോൾ ഇത് ചിലപ്പോൾ ആദ്യം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഹായ് യെസ്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുമ്പോൾ നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ആളാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുക ചിലപ്പോൾ ഒരു കമ്പനിയിൽ നിന്നായിരിക്കും കോൾ വരുന്നതെന്ന്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം ഹലോ യാ എന്ന് പറയുമ്പോൾ അത് കമ്പനിയിൽ നിന്ന് വന്ന കോളാണെന്ന്, ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള കോളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സഡൻലി യു ഷുഡ് ഷോ ദാറ്റ് എനർജി. ഓ യാ ഐ വാസ് ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ദ കോൾ, ഐ എം സോ എക്സൈറ്റഡ് ടു ടോക്ക് ടു യു. അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരു ഇത് കാണിക്കുക. അല്ലെങ്കിൽ ഹായ് ഷീതൽ, ഹൗ ആർ യു ഡൂയിങ്, യാ നൈസ് ടു ഗെറ്റ് ഇൻട്രൊഡ്യൂസ് ടു യു, അല്ലെങ്കിൽ ഗ്രേറ്റ് ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് യു. ഒരു എനർജി കാണിക്കുക. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ പുറത്താണ്, കോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നാൽ, പ്രത്യേകിച്ച് നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറാണ്, പക്ഷേ നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് നിൽക്കുകയാണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഒരു കോൾ വരും എന്നുള്ളത്. ആ കോള് ഇപ്പം മിസ്സായി പോയാലും
വിളിക്കുക തിരിച്ച്. അതല്ല നിങ്ങളിപ്പോൾ ഒരു സിനിമാ തിയേറ്ററിലാകാം, ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ അടികൂടി നിൽക്കുന്നതായിരിക്കാം. എന്ത് സാഹചര്യം തന്നെ ആയിക്കോട്ടെ, ദാറ്റ്സ് യുവർ ഓപ്പർച്യൂണിറ്റി നോക്കിങ് യുവർ ഡോർ. ആ നിങ്ങളുടെ ഡോറിൽ വന്ന് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ് മുട്ടുന്നത്. സോ എടുത്തിട്ട് പറയുക, ഓ യാ ആക്ച്വലി ഐ ആം അറ്റ് എ പ്ലേസ് വെയർ ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു ഹാവ് എ കോൾ വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻ. ക്യാൻ ഐ മൂവ് ടു എ പ്ലേസ് വെയർ ഐ ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ വിത്ത് യു വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ്? അങ്ങനെ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ വിളിക്കുക. കാരണം അതർ കാൻഡിഡേറ്റ്സ് ആർ ഓൾസോ വെയിറ്റിംഗ്. ചിലപ്പോൾ നിങ്ങളെ വിളിച്ചതിൻ്റെ പുറകെ വേറൊരു കാൻഡിഡേറ്റിനെ അവർ വിളിച്ചിട്ടുണ്ടാകും. സോ നിങ്ങളുടെ ചാൻസ് കളയരുത്. ഒത്തിരി ലേറ്റായി വിളിച്ചാൽ ചിലപ്പോൾ അവർ ഓൾറെഡി വേറെ കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് അവരോട് സംസാരിച്ചിട്ട് അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് സെൻഡ് ചെയ്തിട്ടുണ്ടാകും. ആ ആൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ആളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാൻസ് അവിടെ പോയി. സോ ടൈം ഈസ് പ്രഷ്യസ്. പോയ ടൈം തിരിച്ചു കിട്ടില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ആ കോൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ച് എന്തിനാണ് ആ കോൾ വന്നത്, വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ദ കോൾ, അവർക്ക് ചിലപ്പോൾ ബേസിക് ഡീറ്റെയിൽസിനാണെങ്കിൽ സംസാരിച്ച് വിടുക. സോ ഡോണ്ട് മിസ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. അതാണ് എനിക്ക് പറയാനുള്ളത്. മിസ്സായ കോളാണെങ്കിലും തിരിച്ച് വിളിക്കുക. സോ ഈ ഒരു കോൺവെർസേഷനിൽ ഓൾവേസ് ബിൽഡ് എ റാപ്പോ വിത്ത് റിക്രൂട്ടർ. അവരുടെ പേരെടുക്കുക, പേര് മനസ്സിലാക്കുക. ലിങ്ക്ഡിനിൽ പറ്റുമെങ്കിൽ അവർ ലിങ്ക്ഡിനിൽ ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. അവരോട് പറയാം, ഹേ ശീതൽ, വുഡ് യു മൈൻഡ് ഇഫ് ഐ സെൻഡ് എ ലിങ്ക്ഡിൻ കണക്ഷൻ റിക്വസ്റ്റ്? ഐ വുഡ് ലവ് ടു സ്റ്റേ കണക്റ്റഡ്. സോ ഐ നോ വി ആർ പ്രിറ്റി മച്ച് ഇൻ ദി സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ദി പ്രോസസ്സ്. പക്ഷേ നമ്മളൊന്ന് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, നെറ്റ്വർക്കിംഗ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നൊക്കെ പറയാം. ഇനിയൊരു കാര്യം, അവർ ചിലപ്പോൾ ലാസ്റ്റ് ചോദിക്കും, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ നിങ്ങൾക്ക് അറിയാനെന്ന് ചോദിച്ചാൽ പറയാം. So may I know what is the step, what are the next steps in the interview process? എത്ര റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടാകും, എങ്ങനെയാണ്, വാട്ട് ഈസ് എ ടൈം ലൈൻ ഓഫ് ദി പ്രോസസ്സ്? ഒരാഴ്ച 2 ആഴ്ച എടുക്കുമോ, എങ്ങനെയാണ് പൊതുവെ, എത്ര പൊസിഷൻസാണ് ഇതിന് ഓപ്പൺ? അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു പൊസിഷനാണെങ്കിൽ അത്രയും കോമ്പറ്റീഷൻ ഉണ്ടാകും. ചിലപ്പോൾ 4-5 പൊസിഷൻ ഓപ്പൺ ആണെങ്കിൽ ചിലപ്പോൾ ചാൻസസ് ഹൈ ആണ്. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസും കൂടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓവറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യരുത്. കാരണം ഇത് ഈ പ്രിലിമിനറി കോൾസ് വരുന്ന റിക്രൂട്ടർ ആയിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ HR ടീമിൽ ആരെങ്കിലും ആയിരിക്കും. അവർക്ക് അധികം ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ മൾട്ടിപ്പിൾ ജോബ് റോളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് ചിലപ്പോൾ ഒരു ജാവ ഡെവലപ്പർ റോളിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ വിളിക്കാൻ പോകുന്ന ഒരു നോൺ ടെക്നിക്കൽ റോൾ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനോടായിരിക്കും. അവരുമായിട്ടായിരിക്കും അടുത്ത കോള്. ചിലപ്പോൾ അവർ സംസാരിക്കാൻ പോകുന്നത് അടുത്ത ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ജോബ് പൊസിഷൻ അപ്ലൈ ചെയ്ത ഒരാളുമായിട്ടായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ബിക്കോസ് അവർ ചിലപ്പോൾ മൾട്ടിപ്പിൾ ജോബ് റോളുകൾക്ക് വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്, the first call from a company after your application to a particular job role is very, very precious. It's very, very important. So don't miss that opportunity. Be prepared to answer those calls. So show that energy, enthusiasm. ഇതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷനൊക്കെ റെഡിയാക്കി വെക്കുക. ആ ജോബ് റോളിന് റിലേറ്റഡ് ആയിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ വക കാര്യങ്ങൾ, ലൊക്കേഷൻ വൈസ്, സാലറി വൈസ്, ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക, എന്താ പറയേണ്ടതെന്നുള്ളത്. ബി റിയലിസ്റ്റിക് ഇൻ യുവർ കോൺവെർസേഷൻ. ഷോ ദാറ്റ് ഓത്തൻറ്റിസിറ്റി. ഫേക്ക് ആയിട്ട് തോന്നരുത്, കാണാതെ പഠിച്ച് പറയുന്ന പോലെ. ബിൽഡ് ദാറ്റ് റാപ്പോ. അവരോടും കുറച്ച് ചിരിച്ചൊക്കെ സംസാരിക്കുക. സോ ദേ വിൽ റിമെമ്പർ യു. ഓക്കെ, ഈവൻ ഇഫ് ദർ ഈസ് അനദർ ഓപ്പർച്യൂണിറ്റി ദേ മൈറ്റ് കോൾ യു. ഇനിയൊരു കാര്യം, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ, എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. സോ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ച് ജോബ് സീക്കേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. സോ വേറെയും കുറേ വീഡിയോസ് ഈ ചാനലിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇൻ്റർവ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇൻ്റർവ്യൂസ് മീൻസ് ആൾക്കാരുമായിട്ടുള്ള കോൺവെർസേഷൻസ്, ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് പലതും വരാം. സോ ലോട്ട് മോർ വെയിറ്റിംഗ് ഫോർ യു. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ഇടുക. എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റിൽ. എപ്പോഴും റിപ്ലൈ അയച്ചില്ലെങ്കിലും ഞാൻ നോട്ട് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ വീഡിയോസ് ചെയ്യാൻ സാധിച്ചേക്കും. ഓൾ ദി ബെസ്റ്റ്. യു ആർ ദി ബെസ്റ്റ്. നിങ്ങൾക്കും പറ്റും. സോ ഡോണ്ട് ഫീൽ ഡീമോട്ടിവേറ്റഡ്. യു ക്യാൻ ഓൾസോ സെക്യൂർ ദാറ്റ് ഡ്രീം ജോബ്.